അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും നെതന്യാഹുവിനെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന വാർത്തയാണ്. ഇന്റലിജൻസ് റിപ്പോർട്ടാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഇറാന്റെ 90% ഇപ്പോൾ ലോഞ്ചറുകളാണെങ്കിലും മിസൈലുകളാണെങ്കിലും മിസൈൽ കേന്ദ്രങ്ങളാണെങ്കിലും സുരക്ഷിതമാണ് എന്നാണ് പറയുന്നത്. ഇറാന്റെ മിസൈൽ സ്റ്റോറേജുകൾ ഇപ്പോഴും ഭദ്രമാണ്. അതിന്റെ 70% ഇപ്പോഴും ഒരു പ്രശ്നവുമില്ലാതെ നിലനിൽക്കുന്നു എന്നതാണ് ആശങ്കപ്പെടുത്തിക്കൊണ്ട് വരുന്ന റിപ്പോർട്ട്. യുഎസിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് ഹോർമുസ് കടലിടുക്കിന് അടുത്തുള്ള സ്ഥലങ്ങളിൽ പോലും എന്ന് പറഞ്ഞാൽ ഹോർമുസ് കടലിടുക്കിൽ ഓപ്പറേഷൻ നടത്താൻ മാത്രം ഇറാന് 33 പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള ബങ്കറുകൾ ഭൂമിക്കടിയിലുള്ള കേന്ദ്രങ്ങളിൽ 30 ഇപ്പോൾ സജീവമായി പ്രവർത്തിക്കുന്നു എന്നാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹോർമുസ് കടലിടുക്ക് അടുത്തൊന്നും ഒന്നും ചെയ്യാൻ ആർക്കും സാധിക്കുകയില്ല എന്നാണ് ഈ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാകുന്നത്. മാത്രമല്ല അവരുടെ മിസൈൽ ലോഞ്ചറുകൾ അതുപോലെ മിസൈൽ കപ്പാസിറ്റി ഇതിന്റെ എല്ലാം 70% ഇപ്പോഴും അവർ പവർഫുള്ളായി നിലനിർത്തുന്നുണ്ട്. അതിനൊന്നും കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആക്രമണങ്ങൾ ഒരു ചെറിയൊരു പോയിന്റ് പോലും ഇറാനിൽ അത് പ്രത്യാഘാതം അവരുടെ മിലിറ്ററി എക്യുപ്മെന്റ്സുകൾക്ക് ഉണ്ടാക്കിയിട്ടില്ല എന്ന കാര്യമാണ് വ്യക്തമാകുന്നത്. 70% എന്ന് പറയുമ്പോൾ ഈ ഒരു യുദ്ധത്തിനിടയിൽ അവരൊരു 30% ഉപയോഗിച്ചു എന്നേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതേസമയത്ത് ആക്രമണത്തിലൂടെ ഒരു ചെറിയ പോയിന്റ് പോലും തകർക്കാൻ ഇസ്രയേലിനോ അമേരിക്കക്കോ സാധിച്ചിട്ടില്ല എന്നാണ് പറയാൻ സാധിക്കുന്നത്. അതേസമയത്ത് ലോഞ്ചറുകൾ 70% എന്ന് പറയുമ്പോൾ ഈ ലോഞ്ചറുകൾക്ക് വരെ ആക്രമണം ഉണ്ടായി എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ കണക്കുകൾ എത്രമാത്രം ശരിയാണ് എന്ന കാര്യം വ്യക്തമല്ല. അബ്ബാസ് അറാഖ്ചി ഇറാന്റെ വിദേശകാര്യ മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് അമേരിക്കൻ ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുകളെല്ലാം അബദ്ധമാണ്, തെറ്റാണ്. ഇറാൻ ആദ്യത്തെ യുദ്ധം നമുക്കറിയാം ജൂണിൽ നടന്ന ഒരു 1ാം ഘട്ട യുദ്ധമുണ്ടായിരുന്നു. ആ ഒരു യുദ്ധത്തിൽ ഉണ്ടായിരുന്ന മിസൈൽ സ്റ്റോറേജുകളുടെ 120% ആയി ഇപ്പോൾ 2ാമത്തെ യുദ്ധത്തിന്റെ ഘട്ടത്തിൽ ഇറാൻ അതിന്റെ സ്റ്റോറേജ് വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ചൈനയിൽ നിന്ന് അതിശക്തമായ ഡ്രോൺ ടെക്നോളജിയും ഡ്രോൺ സംവിധാനങ്ങൾ ഡ്രോൺ നിർമ്മിക്കാനുള്ള ആവശ്യമായ ഘടകങ്ങളും യഥേഷ്ടം ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നത്. അതുപോലെ റഷ്യയിൽ നിന്നും ശക്തമായ സഹായം ലഭിക്കുന്നു. മാത്രമല്ല ഇറാന് എണ്ണ കയറ്റുമതി ചെയ്യാൻ നമുക്കറിയാം കാസ്പിയൻ സീ വഴി വളരെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് കടൽ, പേർഷ്യൻ കടൽ അല്ലാതെ കാസ്പിയൻ കടലിലും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് കാര്യങ്ങളെല്ലാം നടത്താൻ സാധിക്കും. അവിടെ അമേരിക്കക്ക് യാതൊന്നും ചെയ്യാൻ കഴിയില്ല. ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് അവിടെ സ്വാധീനമില്ല. അതുകൊണ്ട് തന്നെ അവിടെ യഥേഷ്ടം. അതേസമയത്ത് റഷ്യയിലേക്ക് നേരിട്ട് കാസ്പിയൻ കടൽ വഴി ഇറാന് ചരക്കുകൾ എത്തിക്കാൻ സാധിക്കും. ഈ കാര്യത്തിൽ റഷ്യ ഇറാനെ അകമഴിഞ്ഞ് സഹായിച്ചു കൊണ്ടിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. ഇവിടെയാണ് അമേരിക്കയുടെ എല്ലാ ഉപരോധങ്ങളും പൊളിഞ്ഞു പോകുന്നത്.